ഹലോ ഗെയ്സ്, വെൽക്കം ടു എയർ സിനിമാസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 5 ഡിഫറെൻറ്റ് മൂവിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നു ചേരും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തത് ഗ്ലാഡിയേറ്റർ. ഇത് റിലീസാക്കിയിരിക്കുന്നത് 2000-ലാണ്. ഈ ചിത്രത്തിൻ്റെ കഥയെന്ന് പറയുന്നത് കൊമോഡോസ് അധികാരം ഏറ്റെടുക്കുകയും പിതാവ് ചക്രവർത്തി മാർക്കോസ് റോളീസിൻ്റെ പ്രിയപ്പെട്ട ജനറലിൽ ഒരാളായ മാക്സിമസിൻ്റെയും തരംതാഴ്ത്തുകയും ചെയ്യുന്നു. തൽഫലമായി മാക്സിമസ് ഒരു ഗ്ലാഡിയേറ്റർ എന്ന നിലയിൽ മരണത്തിൽ പോരാടുന്നു. ഈ ചിത്രത്തിന് റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത് 10-ൽ 8.5%. ഈ ചിത്രത്തിന് ബോക്സ് ഓഫീസിന് വാരിക്കൂട്ടിയിരിക്കുന്നത് 46.05 ക്രോസാണ്. രണ്ടാമത്തത് മാൻ ഓൺ എ ലെഡ്ജ്. ഇത് റിലീസാക്കിയിരിക്കുന്നത് 2012-ലാണ്. ഈ ചിത്രത്തിൻ്റെ കഥയെന്ന് പറയുന്നത് ഒളിച്ചോടിയ മുൻ പോലീസുകാരനായ നിക്ക് കബഡി ന്യൂയോർക്കിൻ്റെ കെട്ടിടത്തിൻ്റെ അരികിൽ നിന്ന് ചാടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. പോലീസ് സൈക്കോളജിസ്റ്റ് ലീഡിയെ അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ കണ്ണിനേക്കാൾ കൂടുതൽ ഉണ്ടെന്ന് കണ്ടെത്തുന്നു. ഈ ചിത്രത്തിൻ്റെ റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത് 10-ൽ 6.6%. ഈ ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസിന് വാരിക്കൂട്ടിയിരിക്കുന്നത് 4.62 ക്രോസാണ്. മൂന്നാമത്തേത് ദ ലാസ്റ്റ് വിച്ച് അണ്ടർ. ഇത് റിലീസാക്കിയിരിക്കുന്നത് 2015-ലാണ്. ഈ ചിത്രത്തിൻ്റെ കഥയെന്ന് പറയുന്നത് അനിശ്ചയനായ ഒരു മന്ത്രവാദി വേട്ടക്കാരനായ കാൾസ്ട്രൈനെ തൻ്റെ കൂട്ടാളികളെ നൂറ്റാണ്ടുകളിലായി വേട്ടയാടിയ ശേഷം മാന്ത്രിക രാജ്ഞിയെ വീണ്ടും നേരിടേണ്ടി വരുന്നു. മികച്ച ഹൊറർ ത്രില്ലർ ചിത്രമാണ്. ഈ ചിത്രത്തിന് റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത് 10-ൽ 6%. ഈ ചിത്രത്തിന് ബോക്സ് ഓഫീസിന് വാരിക്കൂട്ടിയിരിക്കുന്നത് 14.69 ക്രോസാണ്. നാലാമത്തത് ജിയോസ്ട്രോം. ഇത് റിലീസാക്കിയിരിക്കുന്നത് 5. ഇൻസ്പെക്ഷൻ ആണ്. ഈ ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസിന് വാരിക്കൂട്ടിയിരിക്കുന്നത് 83 ക്രോസാണ്. അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇന്ന് പറയാൻ പോകുന്ന സിനിമ ഒന്ന് കാണൂ. ബൈ, ചിയേഴ്സ്, ബൈ.